YouTube channel. This is Arathi and you are watching Arathi Bhanu official YouTube channel. അമ്മ ഇങ്ങനെ അന്തം വിട്ടിരിക്കട്ടോ, ഞാൻ എന്താ പറയുന്നത്. അയ്യോ എൻ്റെ ചെരുപ്പ്. ഗൈസ്, ഞങ്ങൾ ഇന്ന് കൊട്ടാരക്കര വരെ പോവാണ്. കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ് അല്ലേ അമ്മേ? അയ്യോ അയ്യോ, ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്മലിൻ്റെയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ തീർന്നു വരിക. അപ്പോൾ കുറച്ച് കമ്മൽ വാങ്ങാൻ വേണ്ടി പോവുക. പിന്നെ റേഷൻ കടയിൽ പോകണം. റേഷൻ കടയിൽ പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണം. അന്നേരം അമ്മ റേഷൻ കടയിൽ പോവും, ഞാൻ ആ സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അതുവരെയുള്ള യാത്രകളും വിശേഷങ്ങളും. ഈ ഒരു കീരി അങ്ങോട്ട് ചാടിപ്പോയി ഗൈസ്, ഒരു കീരി അങ്ങോട്ട് ചാടിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളല്ല, കുറേ മാസങ്ങളായി. ചില സാങ്കേതിക തകരാറുകൾ മൂലം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് വീഡിയോ ഇടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം, പഴയതിനേക്കാളും സപ്പോർട്ട് വേണം. ഞാൻ കുറച്ച് വീഡിയോ ഇട്ടിട്ട് പിന്നെ ഞാനങ്ങ് നിർത്തിക്കളഞ്ഞു, ഇട്ടില്ല. അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അവരൊക്കെ കൂടി വന്നതാണ്. അപ്പോൾ ഇനിയും എല്ലാവരും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യണം, കൂട്ടുകാരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അല്ലേ എന്നെ? ഇങ്ങോട്ട് നോക്കുമ്പോളെ ഒന്ന് ചിരിക്കും, പല്ലെങ്കിലും കാണട്ടെ. അത്ര വെളിച്ചമൊന്നുമില്ല കേട്ടോ, വെയിൽ ഭയങ്കര വെയിൽ. മഴയായപ്പോൾ മഴയായിരുന്നു, മഴ മാറിയപ്പോൾ ഇപ്പം ഭയങ്കര വെയിലായി. അയ്യോ എൻ്റെ കൈ അടയ്ക്കണം, ഒരു മിനിറ്റ് ഗൈസ്. കനയിൽ വെള്ളമില്ലാണ്ടോ എന്തി കണ്ടോ? കനയിൽ വെള്ളമില്ല, മഴവെള്ളം കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ 2 ദിവസം മുമ്പ് ഇന്നലെ ഞങ്ങളുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ കാരണേ, ഇനി ഈ വീഡിയോ ഞാൻ നാളെ മറ്റന്നാളാണെന്നോ ഇന്ന് ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ട്, അത് ചുമ്മാ തമാശയ്ക്ക് ഇട്ട കേട്ടോ, ഒരു തുടക്കത്തിന് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ ഈ സ്ഥലമൊക്കെ അറിയുമായിരിക്കും. ഞാൻ ഇതുവഴിയൊക്കെ നടന്ന് വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇങ്ങനെ വഴിയെ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു വിശേഷമുണ്ട്, അത് കുറച്ച് നാൾ കഴിഞ്ഞേ പറയത്തുള്ളൂ, ഇപ്പോഴേ പറയത്തില്ല. അത് നടന്നിട്ടേ പറയത്തില്ല കേട്ടോ, നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഭയങ്കര വെയിൽ, 50 പോന്നു. പിന്നെ ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു, തുടർ പഠനത്തിനുള്ള അഡ്മിഷൻ ഉടനെ ആവുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം, ഒന്ന് പച്ച പിടിക്കാൻ, ജീവിതം പച്ച പിടിക്കാൻ. കണ്ടേ ഈ ബാക്കിൽ കാണുന്ന പച്ചപ്പോലെ, അവിടെ കനാലാട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് തോടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. സ്പീഡിൽ പോയാൽ 10 മിനിറ്റ്, സ്പീഡിൽ പോയാൽ 10 മിനിറ്റ്, പതുക്കെ പോയാൽ 15 മിനിറ്റ്. നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ് കേട്ടോ. അമ്മ മുമ്പേ പോകുന്നുണ്ട്. അമ്മ പറയും കേട്ടോ അങ്ങനെയൊക്കെ അങ്ങോട്ടൊക്കെ കാണിക്കാൻ. അവിടെ കൈതക്കാടുണ്ട്, സൂം ചെയ്യാനും പറ്റുന്നില്ല. നിങ്ങൾ കണ്ടോ ഗൈസ്, അവിടെ കൈതക്കാടുണ്ട് കേട്ടോ. ഫോൺ സൂം ചെയ്യാൻ പറ്റുന്നില്ല, ഹാങ്ങായിപ്പോയി. ചില സമയത്ത് ഇങ്ങനെയാണ്. കരിയിലക്കിളികൾ എവിടെയോ കരയുന്നുണ്ട്. ഇത് വയലിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ, വയൽ വഴി വരുന്ന വെള്ളം. ഇത് പിന്നെ ഇതും എവിടെ നിൽക്കുകയോ വരുന്ന വെള്ളം. അവിടെയാണ് റോഡ്, ഈ കാടിൻ്റെയൊക്കെ അപ്പുറത്ത്. കുറച്ചും കൂടെ മഴയുള്ള സമയത്തേ ഞാൻ ഈ തോടിൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു കേട്ടോ, അമ്പലത്തിൽ കച്ചവടം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത്. അപ്പം ഞാൻ അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ നോക്കാവേ, അല്ലെങ്കിൽ അതിങ്ങനെ വെറുതെ കിടക്കും. ഞാനിനി അത് അടിച്ച് കളഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വെള്ളം വീഴുന്നത് ഇത്രയും ഭാഗം. പക്ഷേ ഇവിടെ വരുമ്പോൾ ഒന്ന് ഓടിയില്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. ബസ് വരുമില്ലയോ വിഷമം. കണ്ടോ ഇവിടെ വരുമ്പോൾ ഒരു ഓട്ടോ, ബസ് പോയാലോ എന്നൊരു വിഷമം. അയ്യോ, ഇവിടെ നിങ്ങൾ നമ്മൾ നോക്കുമോ അവിടെ നിന്ന് ബസ് വരുന്നുണ്ടോയെന്ന്. ഇല്ലെന്നറിഞ്ഞാൽ സമാധാനം, പിന്നെ പതുക്കെ നടന്നു പോവാം.
ഗൈസ്, എൻ്റെ ബുദ്ധിമതിയായ അമ്മ തോടിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് കവറും കുടയും എൻ്റെ കയ്യിൽ തന്നു. അതിനും വണ്ടിയായി ഞാൻ കുട എടുത്ത് അകത്ത് വെച്ച് ചേട്ടാ, ബാഗിൻ്റെ അകത്ത് വെച്ച്. ഇനി ഈ വെയിൽ മൊത്തം കൊള്ളണം. വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂട് വെയിൽ കൊള്ളുന്നതിന് പോമേ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കും. വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ചൂട് ഭയങ്കര ചൂട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് എത്തി. ഒരു ആൽമരം കണ്ടോ, അവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇങ്ങനൊരു കാർ കണ്ടോ, അപ്പം എനിക്ക് മുഖം നോക്കണം. മുഖത്ത് മൊത്തം കുരുപ്പാ ഗൈസ്, എന്താ ചെയ്യാനാ. നല്ല മണം വരുന്നു. കുറേ നാളായിട്ട് ഈ കട അടച്ചിട്ടിരുന്ന കേട്ടോ, കുറേ നാളായിട്ട് ഈ കട അടച്ചിട്ടിരുന്നതാ. ഇപ്പം പിന്നെയും തുടങ്ങി കേട്ടോ, പിന്നെയും തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് നല്ല മണം വരുന്നു. ഞാൻ പക്ഷേ ഇതിനകത്ത് കയറിയിട്ടില്ല. എന്തെങ്കിലും ഒരു ദിവസം എനിക്കിവിടെ കയറണം. ഇതാണ് കട, ചെഫ്സ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ കണ്ണാടിയിൽ ഞാൻ നോക്കും ഗൈസ്, ഇവിടുത്തെ കണ്ണാടിയിൽ ഞാൻ മുഖം നോക്കും. ഇത് ചായക്കടയിലെ വാവച്ചേച്ചി ചേട്ടാ. വാവച്ചേച്ചി ചായ ഉണ്ടാക്കാൻ വേണ്ടി വിറക് കിട്ടും. ഇങ്ങോട്ട് നോക്കുന്നേ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഈ കട, നമ്മൾ സാധനം വാങ്ങുന്ന കട കൊട്ടാരക്കര അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട്, ഉച്ച സമയം ഒരു 2 മണി 2:30 ആയി കാണും. ആ സമയം ആയതുകൊണ്ട് അമ്പലം അവിടെ എല്ലാം ഇങ്ങനെ ശാന്തമായിട്ട് കിടക്കുകയാണ്. ഇവിടെ പൂജാ സാധനങ്ങളും മുത്തുക്കുടയും വിഗ്രഹങ്ങളും വിളക്കും അങ്ങനെ അമ്പലത്തിലേക്ക് വേണ്ടുന്നതും ഈ ഭക്തിപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകൾ 3-4 കടകളുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ്. ഈ ഒരു മറച്ചിങ്ങനെ കെട്ടിയേക്കുന്നില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കടയിലാണ് കേട്ടോ നമ്മൾക്ക് സാധനം വാങ്ങേണ്ടത്. ഇന്ന് നമ്മൾ കമ്മൽ മാത്രമേ വാങ്ങുന്നുള്ളൂ. അങ്ങനെ നമ്മൾ കടയിലെത്തി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അന്നേരം പിന്നെ എടുത്തില്ല. പിന്നെ ചായക്കടയിൽ വന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്, അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കുന്നതാണ് വേണ്ടി ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ വാങ്ങിച്ച കമ്മലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ഞാൻ നോക്കുവാണ് സംഭവങ്ങളൊക്കെ. കുറച്ച് ജിമിക്കിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. നമ്മൾ ഉദ്ദേശിച്ച് പോയ മോഡലൊന്നും ഓടില്ല കേട്ടോ. പിന്നെ ചായ എത്തി, ചായയുടെ കൂടെ കടി എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവരെ കണ്ടല്ലേ വീഡിയോ എടുക്കുന്നത്. ഒരു വി കാണിക്കമ്മേ, ഒരു വി കാണിക്കേ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്താറായി കേട്ടോ. അപ്പോൾ കാണാം അങ്ങനൊരു KSRTC ബസ് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി അതിൽ കയറി കേട്ടോ. ഓടി വന്നിട്ട് കയറാൻ കാരണം സ്കൂൾ വിടുന്ന സമയം ഒരു 3:30-3:45 ആയി. അപ്പോഴത്തേക്കും പ്രൈവറ്റിൽ കയറാനെനിക്ക് പറ്റത്തില്ല, എല്ലാവരും പ്രൈവറ്റിലല്ലേ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഓടി KSRTC കയറി. ഫ്രണ്ടിൽ തന്നെ നിന്ന് കേട്ടോ, ബാക്കിൽ സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതിപ്പം ഞാൻ ഹൈസ്കൂൾ പഠിച്ച SKV സ്കൂൾ ആണ് കേട്ടോ ഇവിടെ. അവിടെയും പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിലിങ്ങനെ വന്നു. ഓടാ ഡാ, ഇങ്ങോട്ട് നോക്കടാ, ഓടാ ഡേ. ഗൈസ് ഭയങ്കര ജാടയിലിരിക്കുക. ഞങ്ങൾ അമ്പലത്തിൽ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അന്നേരം ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അന്നേരം ഈ തേര് കയറി, ഈ കാണുന്ന തേര് ഉണ്ടോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കാണുന്ന തേര് കയറി കനാലിൻ്റെ അവിടം വരെ ഞങ്ങളുടെ കൂടെ വരും. പക്ഷേ ഇപ്പോൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഒരു മൈൻഡില്ല. അങ്ങനെ ഞങ്ങൾ പോയ കാര്യമെല്ലാം സാധിച്ചു. പോയിട്ട് ഇങ്ങനെ തിരിച്ച് വന്നു. എൻ്റെ അമ്മ റേഷൻ കടയിൽ പോയിട്ട് അരി കുറച്ച് വാങ്ങിച്ചുള്ളൂ, 5 കിലോ അരി മാത്രം വാങ്ങിച്ച്, ബാക്കി പിന്നെ ചെന്ന് വാങ്ങുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ മേടിച്ച്, അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാവേ.
ആ അങ്ങനെ അയ്യോ. പിന്നെ പഞ്ചസാരയും ഉപ്പൊക്കെ തീരാതായിരുന്നു, അപ്പോൾ അതൊക്കെ മേടിച്ചു. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ വിഷയമൊന്നും ഇല്ലായിരുന്നില്ലേ? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു വീഡിയോ അങ്ങ് എടുത്തതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാം കേട്ടോ. വെള്ളമില്ല കനാലിൽ, കണ്ടോ? ഒഴിഞ്ഞു കിടക്കുന്നു തരിശു നിലം പോലെ. കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഭിപ്രായം പറയാൻ മടിക്കരുത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലേ അമ്മേ? അമ്മയ്ക്ക് ഭയങ്കര ചിരി വരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ. ഗൈസ്, ഒരു കാറ് പോകുന്നുണ്ടോ? ഞാൻ വീഡിയോ നിർത്തി കഴിഞ്ഞപ്പോൾ എന്നെ SKUവിൽ പഠിപ്പിച്ചൊരു ടീച്ചർ കാറിനകത്ത് ഇങ്ങനെ പോയി. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ടീച്ചർ അങ്ങോട്ട് പോവാം. എനിക്ക് തോന്നുന്നു ടീച്ചർ മരണത്തിന് പോകുന്നു. അവിടെ ഒരു മരണം നടന്നു, അപ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നുന്നു. അവിടെ 2 അപ്പൂപ്പന്മാരിരിപ്പുണ്ട്. ഞാൻ സൂം ചെയ്യാൻ നോക്കട്ടെ. കാണുന്നുണ്ട്. ഇത് 143 അത്രയും എങ്ങാണ്ട് മീറ്റർ നീളമുണ്ട് കേട്ടോ ഈ ഞങ്ങളുടെ അക്വഡേറ്റിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.